എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. നേരെ ഹൗസ് ബോട്ടുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ഈ സ്പോട്ട് വരുന്നത് ചീപ്പിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുമരകത്തിൻ്റെ അടുത്തായിട്ടുള്ള പ്രദേശമാണ്, കോട്ടയം ജില്ലയാണ്. അപ്പം ഈ വേമ്പനാട്ടുകായലിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു ചെറ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ്. പ്രധാനമായിട്ട് ഹൗസ് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കായൽ വിഭവങ്ങളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റും. ചൂണ്ടയിടാനും ഹൗസ് ബോട്ടെ യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചുറ്റിനും കാടായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ പാമ്പിൻ്റെ ശല്യമൊക്കെ കാണും. അതൊക്കെ കണ്ടു വേണം നമ്മൾ വരാനും പോകാനും ഒക്കെ ചെയ്യാനായിട്ട്. നല്ലൊരു കൂളിങ് ഉള്ള പ്രദേശമാണിത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ മരങ്ങളാണ്. വലിയ വൃക്ഷങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ മരങ്ങൾ. അതിനിടയ്ക്ക് കൂടെയാണ് ഈ ടൈല് പാകിയ വഴി കൂടെ നമുക്ക് കുറേ അധികം ദൂരം നടന്നു പോകാൻ പറ്റും. കായലിൻ്റെ സൈഡായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കുമരകത്തിൻ്റെ അടുത്തായിട്ടുള്ള ചീപ്പിങ്കലിൻ്റെ അടുത്ത പ്രദേശമാണിത്. ലേക്ക് റിസോർട്ടിൻ്റെയും ലഗൂണിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്. കൂടുതലും ചൂണ്ടയിടാൻ പറ്റിയ ഒരു പ്രദേശം. വലിയ മരങ്ങൾ ചാഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. രണ്ട് ഹൗസ് ബോട്ട് തമ്മിൽ പാസിങ് നടക്കും.
ഒരു ഹൗസ് ബോട്ട് വരും, അത് കാണാൻ പറ്റും ഗസ്റ്റുമായിട്ട്. വൃത്തിയുടെ കാര്യം അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നിട്ടുള്ളവരും ഹൗസ് ബോട്ട് യാത്ര ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നടപ്പാതയുണ്ട്, ഇരിക്കാനുള്ള സീറ്റുണ്ട്. അതൊക്കെ കാണാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമോ ഒരു പാർക്കോ ഒന്നുമല്ല. ഇത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഒരു ചിറയായിട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഹൗസ് ബോട്ട് കാണാം. പിന്നെ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാവുന്നുള്ള സൗകര്യമുണ്ട്. വർത്തമാനം പറയാനും ഇരിക്കാനായിട്ടൊക്കെ കുറച്ച് 2-3 സീറ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സൈഡിലൊക്കെ ആയിട്ട് സ്വകാര്യ പ്രോപ്പർട്ടിയാണ്. തൊട്ടറമ്പിലൊരു പാടമൊക്കെ ഉണ്ട്. കുറേ മരങ്ങളും തെങ്ങുകളും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉള്ളു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റും. സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലം തന്നെയാണ്. ഫാമിലിയായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ തോടിൻ്റെ ഒക്കെ സൈഡായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതൊരു ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരിക്കും. ഈ പ്രധാനമായിട്ട് പ്രേമിച്ചും പ്രണയജോഡികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോ ഷൂട്ടൊക്കെ ഒരുമാതിരിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരു വഴിയോര വിശ്രമ കേന്ദ്രം അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇതിവിടെ. അതുപോലെ പ്രത്യേക പാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓപ്പൺ ആയിട്ടുള്ളൊരു പ്ലേസ്. സ്വകാര്യ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അതാണിത് കൂടുതലായിട്ടൊന്നും ചെയ്യാതെ കിടക്കുന്നത്. എന്തായാലും അഴിമനം പഞ്ചായത്താണെന്നുള്ളത് അറിയാം. അഴിമനം പഞ്ചായത്തിൻ്റെ
അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.